നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തങ്ങളുടെ മക്കൾക്ക് പഠിക്കാനായി ഒരുങ്ങുന്ന കലാലയം അവർ ആഹ്ലാദത്തോടെ നടന്നു കണ്ടു. 4 പതിറ്റാണ്ട് നീണ്ട വാടകവാസത്തിനു ശേഷം സ്വന്തം കെട്ടിടത്തിലേക്ക് മാറാനൊരുങ്ങുന്ന തീക്കോയി ടെക്നിക്കൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളാണ് കഴിഞ്ഞ ദിവസം പുതിയ കെട്ടിടവും പരിസരവും ആഹ്ലാദത്തോടെ നേരിട്ട് കണ്ടത്. സ്കൂൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സ്കൂൾ അധികൃതർ വിളിച്ച അധ്യാപക രക്ഷാകർതൃ യോഗത്തിനെത്തിയ രക്ഷിതാക്കളാണ് സ്കൂൾ കെട്ടിടം ചുറ്റിക്കണ്ട് സന്തോഷം പ്രകടിപ്പിച്ചത്. കഴിഞ്ഞ മെയ് 29-ന് സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്തെങ്കിലും പണികൾ പൂർണ്ണമാകാത്തതിനാൽ പുതിയ കെട്ടിടത്തിൽ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല. പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങാൻ അനിശ്ചിതമായി വൈകുന്നതിൽ രക്ഷകർത്താക്കളിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. തുടർന്ന് രക്ഷിതാക്കളുടെ പ്രതിനിധി സംഘം അഡ്വ. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം.എൽ.എയെ സന്ദർശിച്ച് പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് എം.എൽ.എ ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും പി.ടി.എയുടെയും സംയുക്ത യോഗം വിളിച്ചു. നിർമ്മാണ പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തിയാക്കി സ്കൂൾ പ്രവർത്തനം ആരംഭിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് കരാറുകാർക്ക് ഈ യോഗത്തിൽ എം.എൽ.എ കർശന നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് പണികൾ വേഗത കൈവന്നത്. അവസാനഘട്ട പെയിന്റിംഗ് ജോലികളും ക്ലീനിംഗ് വർക്കുകളുമാണ് ഇപ്പോൾ നടന്നുവരുന്നത്. ഇന്നലെ രാവിലെ മുതൽ തീക്കോയിൽ നിന്ന് പുതിയ കെട്ടിടത്തിലേക്ക് ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ളവ എത്തിച്ചു തുടങ്ങി. രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിലായിരുന്നു ഈ പ്രവർത്തനം നടത്തിയത്. വ്യാഴാഴ്ച എം.എൽ.എയുടെയും ഈരാറ്റുപേട്ട നഗരസഭയുടെയും തീക്കോയി പഞ്ചായത്തിന്റെയും അധ്യക്ഷരുടെയും വാർഡ് മെമ്പർമാർ ഉൾപ്പെടെ മറ്റ് ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ലളിതമായ രീതിയിൽ സ്കൂളിന്റെ ഔപചാരിക പ്രവർത്തനോദ്ഘാടനം നടത്തുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. പുതിയ സ്കൂളിൽ പഠിക്കാനെത്തുന്നതിന്റെ ആകാംക്ഷയിലാണ് കുട്ടികളും. പരിമിതമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന തീക്കോയി ഗവ. ടെക്നിക്കൽ ഹൈസ്കൂളിന് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് മുഖേന 7.5 കോടി രൂപയും അഡ്വ. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപയും ഉൾപ്പെടെ ആകെ 8.5 കോടി രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. 3 നിലകളിലായി 30,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ, പ്രാക്ടിക്കൽ ലാബുകൾ, വർക്ക്ഷോപ്പുകൾ എന്നിവയ്ക്ക് പുറമെ സ്കൂൾ സൊസൈറ്റി പ്രവർത്തിക്കുന്ന മുറി, ഡ്രോയിങ് ഹാൾ, ഐ.ടി ലാബ്, ഓഫീസ് മുറി എന്നിവയും പുതിയ കെട്ടിടത്തിലുണ്ടാകും.